സിംബായേ എന്നെ കാണിക്കുന്നു. അത് അപ്പുറത്തെ ചേട്ടൻ്റെ ഓട്ടോ പോയപ്പോൾ സിംബ ഓടി നോക്കുന്നു. നേരത്തെ ശാംഭവിയായിരുന്നു നോക്കുന്നത്, ഇപ്പം സിംബായാണ്. അങ്ങോട്ടോ മര്യാദയ്ക്ക് അവിടെ പോയിരുന്നു ഞാൻ കുളിപ്പിക്കണമെന്ന്. നമ്മളെല്ലാവർക്കും കട്ട് കുറഞ്ഞ മതിയടാ. സ്ലാവ് വാർത്ത പോലെ പണ്ട് ഞാൻ അര ഉണ്ടാക്കുമായിരുന്നു കട്ടിക്ക്. പിന്നല്ലേ ടെക്നിക്ക് ഇവിടെ കിട്ടിയത്. ഇങ്ങനല്ല ഉണ്ടാക്കുന്നത്. ഞാനെന്ത് താല്പര്യത്തോടെ അട ഉണ്ടാക്കുന്നത് എനിക്ക്. പക്ഷേ എനിക്കിഷ്ടമല്ല ഈ സാധനം. പണ്ടേ എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ അട. മൈദയും കൊണ്ട് അട ഉണ്ടാക്കുമായിരുന്നു. അതും കടലക്കറി എനിക്കിഷ്ടമാണ്. നമ്മുടെ മൈദ ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് അങ്ങനെ ആക്കാൻ മതി. അമ്മ നാരായണയുടെ സ്കൂളിൽ പോകണം. നാരായണയുടെ സ്കൂളിലില്ല, എൻ്റെ അല്ലേ മർഫി സ്കൂളിൽ വരെ ഒന്ന് പോകണം. അഡ്മിഷനെ കുറിച്ച് കുറേ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി ഒന്ന് പോകണം. നാരായണയും കൊണ്ട് പോകണം. 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് നടയിൽ ഒതുക്കി. ശങ്കര, ഇതിലേതാ ശങ്കരൻ, ഇതിലേതാ ഭാസ്കരൻ? ഇത് ശങ്കരനാന്ന് തോന്നുന്നു. തലയെടുപ്പുള്ളതാണ് ഭാസ്കരൻ. അങ്ങ് നിൽക്കുന്നവൻ ഭാസ്കരൻ, ഇവിടെ നിൽക്കുന്നവൻ ശങ്കരൻ. സിംബ എന്തി? അയ്യോ സിംബ എന്തി? സിംബ എന്ത് എവിടെങ്ങാനും ഉണ്ടോ? ആരോട് പറയാം, ഇവിടൊന്നുമില്ലല്ലോ. ഇവിടെ ഇല്ല. ഓക്കെ ഇവിടെ കിടപ്പുണ്ട്. സിംബ എന്ത്? വേണ്ട വരുന്നു. എവിടെ പോയി കിടക്കുവാടാവേ നീ? അവിടെ എന്നാ കാണിക്കുവാ? എന്നാ പരിപാടി? എന്നാ എന്താ പരിപാടി? എന്താ സിംബ? എന്നാ പരിപാടി? എന്നാ കളിക്കാൻ നേരമില്ല എനിക്ക് പോണം. എന്നാ കാണിക്കുവാടി? എന്തോ ഒരു കള്ളത്തരം മുണക്കുന്നേനടി. പോയി കുളിക്കരാവിലെ. കുളി പോണ്ടേ? എന്നാ പോയി കുളി. എന്നാ ഓടിയത്?
എന്തോ ഉണ്ടല്ലോ, എന്നെ കണ്ടപ്പോൾ ഓടി. ഡാ കുളിപ്പിക്കട്ടെ, എന്നിട്ട് മതി. ഇപ്പം കുളിക്കുക, സമയമില്ല. 9 മണിയാകുമ്പോൾ ഇറങ്ങണം. സമയത്തറേ നോക്കിക്കേ, 8 മണി. 9 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. 10 മണിയാകുമ്പോൾ ക്ലാസ്. 10 ആകുമ്പോൾ അവിടെ ചെല്ലണം. നോക്കിയിരിക്കുന്നുണ്ടോ അവള് പോയത്? സിംബായി കോഴികളും തമ്മിൽ ഭയങ്കര കൂട്ടുമാണ്. എന്നാൽ വിട്ട് അലമ്പുവാണേ. ഇവിടെ നിന്നിട്ട് കണ്ടില്ലേ നോക്കുന്നേ. എൻ്റെ പൊന്നിട ഒന്നുമില്ല, ഇത് ക്യാമറയാണ്. അവനോടത്ത് വല്ല എല്ലും കഷ്ണമായിരിക്കും. ഇവർ ഇവിടെ നിന്നുകൊണ്ട് സിംബായോട് സംസാരിക്കുന്നു. സിംബ ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കുന്നു. അങ്ങോട്ട് കയറി കഴിയുമ്പോൾ രണ്ടും കൂടെ അടിയും. എല്ലാവന്മാരും കൂടെ, രണ്ടവളുമാരും കൂടെ സിംബായിക്കിട്ടും കൊടുക്കും. സിംബ തിരിച്ചും അങ്ങോട്ട് ചെല്ലും. നല്ല കൊത്ത്. ഇന്നലെ ആകെ കൊത്ത് കിട്ടിയല്ലേ? ഞാൻ കണ്ടറിയാന്നല്ല നിനക്കോട്ട് കൊത്ത് കിട്ടുന്നേ. ആർക്കാ അങ്ങോട്ട് നീ? യെസ്. അട്ട പൊന്നെ, ഉറങ്ങുവാന്നോർത്ത് ഞാനങ്ങ് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പർ അടയുണ്ട്, ഗോതമ്പട. അടയും പിന്നെ അടയും. അടയ്ക്കകത്ത് ശർക്കരയും ഒക്കെ ഇട്ടതാ. അപ്പം പിന്നെ അടയും പറയണ്ട, മധുരം ഉണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞ, നീ ഇങ്ങോട്ട് എണീറ്റ് വന്നതല്ലേ ഉള്ളൂ. ഒട്ടന്നെ ഗൂഗിള്. സ്കൂള് തുറക്കട്ടെ, ഗൂഗിളൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടല്ലോ. അത് വരെ നീ നോക്കിക്കോ. പിന്നെ അതിനകത്തിനാ ഗൂഗിൾ വെച്ചേ? അളിയൻസ് TV-ക്കകത്ത് കാണുന്നില്ല, അത് പോരെ? ശാമ്പവി ഒരു കാര്യം പറയട്ടെ, ഞാൻ അപ്പനെ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോന്നേ. നോക്കിക്കോണം. പാട്ട് ഓഫ് ചെയ്തേ. മതി. ഇങ്ങോട്ട് നോക്ക്. അപ്പനെ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോന്നെ. നീ അപ്പനെ നോക്കുവോ? അപ്പ നോക്കൂ? നീ ഇല്ലേ? എന്നെ അപ്പ നോക്കുന്നു. നീനാ കഴിക്കുന്നേ? ഞാൻ ആരോടാ ഈ പറയുന്നേ? എന്നെ അപ്പ നോക്കുവന്ന്. ശ്യാമമ്മയുടെ വീട്ടിൽ പോയി. വാ, ഞങ്ങള് പോവാണേ. ഇതിപ്പോ ഞങ്ങള് പോവാ. ഒരു വണ്ടി ഇല്ല. പോവാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷൂ ഒന്ന് എടുത്ത് തരുമോ? എപ്പോഴും ഞാൻ എടുത്ത് തരുന്നതല്ലേ. ഈ പ്രാവശ്യം എനിക്കൊന്നും എടുത്തതാ. അടയിൽ നിന്നോണോ? വാ കഴിയിട്ട് പോണേ. ഇതോ പറഞ്ഞ കേട്ടോ, അപ്പനെ നോക്കിക്കോണം. ടാറ്റാ, വരാവേ. എൻ്റെ പൊന്ന് സിംബ, ഒന്ന് മാറിക്കടാ. ഇതാ മാറ്. അതാണേ ദൈവമേ, തീ കത്തിച്ചിട്ടില്ല. എനിക്കറിയത്തി, ചുമ്മാ കിടന്നവിടെ കാറുവാ. പട്ടി വന്ന് എൻ്റെ ദേഹത്ത് ഈ വെള്ള ഡ്രസ്സലോട്ട് ചാടി കയറി. എവിടെ പോവാന്നൊക്കെ അറിയാവോ? സിംബ കൂട്ടിപ്പോക്കെ, കൂട്ടിപ്പോ. ഇല്ല, എപ്പോഴാ ക്ലാസ്? ഞാൻ വരാം ഇപ്പൊ. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരുവാ, നിൻ്റെ അടുത്തോട്ട്. എൻ്റെ സ്കൂളുണ്ട്. അന്ന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ 10ാം ക്ലാസ് വരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് +2 ഒക്കെ ആയി. നല്ല സ്കൂളായി. അവിടെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ബാ, അപ്പോൾ അതിനു വേണ്ടി വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോയി ഗൂഗിൾ കണ്ടോ? അതുകൊണ്ട് കുഴപ്പമില്ല, പോയി ഗൂഗിൾ കണ്ടോ കേട്ടോ. കൂട്ടു. നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും അത്യാവശ്യം നല്ല ഗുഡ് വില്ലുള്ളൊരു സ്കൂളാണ് JJ മർഫി.
അപ്പോൾ അവിടെയാണ് മെയിനായിട്ടും ട്രൈ ചെയ്യുന്നത്. അവിടെ കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ വേറെ നോക്കുകയുള്ളൂ. ഷാംപൂയ്ക്ക് ഡോക്ടർ എന്ന മരുന്ന്. വെള്ളം മതി, വാങ്ങിക്കോട്ടെ. പിന്നെ എന്തിനാണ് ഇത്? ഒത്തിരി വെള്ളം മതിയടി. മതിയോ? മതി മതി. ഇന്നലെ ചെറുതായിട്ട് മഴ ഇന്ന് പൊടിഞ്ഞ് വൈകിട്ട്. ഇപ്പം നല്ല മൂടലുണ്ട്. ചിലപ്പോൾ ഇന്ന് മഴ പെയ്യുമായിരിക്കും. ശ്യാമളമ്മയും ജയച്ചാച്ചനുമൊക്കെ രണ്ടുപേരും കൂടെ ഇന്നലെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പോയി. ഞാൻ അന്നേരത്തേനും വന്നില്ലായിരുന്നു. ഞാൻ വൈകിട്ടല്ലേ വന്നേ. പോകുന്നു വരത്തില്ലടി, വൈകിട്ടേ വരത്തുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞു. ഇടി അതവിടെ പണിക്കാരൻ കണ്ടുവന്നോ? നീ അവിടെ പോവാ. മെമ്പർ ഒന്ന് വിളിച്ച്, മെമ്പർ വെള്ളത്തിൻ്റെ എല്ലാം ശരിയായിട്ടുണ്ട്, താഴെ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെന്നറിയാൻ ഞാനിപ്പം പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ നാരായണീൻ്റെയും വെള്ളം സ്കൂളിൽ ചേർക്കണ്ട 2 കേസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇവർ 10,000 രൂപ പറയുന്നത് അഡ്വാൻസ്. ആ സൊസൈറ്റിക്ക് കൊടുക്കേണ്ട 10,000. അത് 2,000 ഇവരുടെ പണിക്കൂലി, പിന്നെ 8,000 രൂപ സൊസൈറ്റിക്ക്, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ ഈ സ്കൂളിൽ ചേർക്കാൻ നിൽക്കുന്ന സമയത്ത് അത് മെമ്പർ ഇപ്പോൾ കാട്ടില്ലേ, കണ്ടോ? മെമ്പറെന്ന് വെച്ചാലോ, മെമ്പറെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ വാർഡിൻ്റെ മെമ്പറാണ്. ടീച്ചറല്ല, സാറുമല്ല, മെമ്പർ. മെമ്പറെന്ന് വെച്ചാൽ മെമ്പർ. അപ്പം അങ്ങനെ വെള്ളത്തിൻ്റെ ശരിയായിട്ടുണ്ട്. അപ്പം നമ്മൾ പൈസ അടച്ചാൽ ഇവർ വെള്ളം തരും. അപ്പം 2 പ്രാവശ്യമായിട്ട് ആണെങ്കിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കിപ്പോൾ പിള്ളേരുടെ കാര്യം സെറ്റാക്കാതെ അതൊക്കെ പിടിക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, നമുക്ക് ആ പാടെ 2-3 മാസമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളത്. ഇത് 12 മാസം, ഇത് ഫുള്ള് മാസം 250 രൂപ വെച്ചിട്ടാണ്. നമുക്ക് ഈ സമയത്തൊന്നും ശരിക്കും വെള്ളത്തിന് ആവശ്യമില്ല. അപ്പം നമുക്ക് ഇതുകൊണ്ട് വലിയ നേട്ടം അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാലും ആ സമയത്തുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഫുൾ ടൈം സാധനം എടുക്കുകയും വേണം. അത് കുഴപ്പമില്ല, പക്ഷേ എന്നാലും എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. എനിക്കല്ല ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളത് ഞാൻ മെമ്പറോട് പറഞ്ഞു. വേണ്ടേ? കഞ്ഞിയാ? ഞാൻ എങ്ങും പോവല്ലേ, ഇപ്പോൾ വരാം. എങ്ങും പോവല്ലേ, ഇവിടെ ഉണ്ട്. ഇല്ലില്ല, പോകുന്നില്ല ഞാൻ. ഇവരോട് നേരത്തെ ഒച്ച കേട്ടായിരുന്നു പൈപ്പിൻ്റെ പണിയുന്നു. അവർക്കൊക്കെ വെള്ളത്തിൻ്റെ കണക്ഷനായി. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ആകും. മെമ്പറോട് ഞാൻ പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു എന്നാൽ പിന്നെ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. എടി അവരൊക്കെ വൈകിട്ടേ വരത്തുള്ളൂ പറഞ്ഞത്. എപ്പോഴെങ്കിലും വരത്തൊന്നുമില്ല, വൈകുന്നേരേ വരുവുള്ളെന്നാണ് ജയമ്മ പറഞ്ഞേ. പോയതോ? ഞാൻ ആ താഴത്തെ സാബു ചേട്ടൻ്റെ അവിടെ വാട്ടർ കണക്ഷൻ കൊടുത്ത്, അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. സാബു താഴത്തെ സാബു ചേട്ടൻ നമ്മുടെ താഴത്തെ
ഒന്ന് പോയടി. നിനക്കറിയത്തില്ലേ ഈ അമ്മച്ചിയുടെ വീട്ടിലെ? ഏതമ്മച്ചി? ഉയ്യോ, അമ്മച്ചിയുടെ പേരെന്താ? ആ നിനക്കല്ലേ? ആണോ? അമ്മച്ചിയുടെ സ്ഥലം എവിടെയാ? പോയടി കാണിച്ചാ? എനിക്കറിയത്തില്ല എടി, നമ്മുടെ താഴത്തെ വീട്ടിലെ. ശരി, ചെറിയ കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഭയങ്കര വെയിൽ. അതുകൊണ്ടൊരു ചെറിയൊരു സാധനം ഈ സൈഡിൽ കെട്ടിയിരുന്ന അടുത്ത് നേരെ ഇങ്ങോട്ടാക്കി. ചെറിയ ചാറ്റമഴ. എന്നാ കേറി തന്നെ ചിന്നപ്പേ ഇപ്പൊ അവിടെ ഇരിക്കുവല്ലേ, ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വന്നു. അല്ല, ഞങ്ങള് ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ പറയാ മതി. പിന്നെ ഉദയം കൊച്ചിന് ചൂച്ചുപ്പി മേടിക്കാൻ പൈസ തന്നായിരുന്നേ. കുഞ്ഞിന് എന്തേലും ചൂച്ചുപ്പി എന്നല്ലേ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനല്ലേ, എനിക്ക് അങ്ങനെ തന്നെ വരുള്ളൂ. ചൂച്ചുപ്പി മേടിക്കാൻ പൈസ തന്നപ്പോൾ ശ്യാമളാന്റെ നടാനായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇത് അമ്മന്റെ വകയാണേ. ശ്യാമളന് നടാൻ വേണ്ടി വന്നിട്ടുണ്ട്. വാവിന് മുന്നേ പെട്ടെന്ന് നടണമെന്ന് പറഞ്ഞാൽ ഇഞ്ചി നാളെ നടത്താനല്ല, ഇതിപ്പം വാവ് കഴിഞ്ഞേ ഉള്ളു. ഇപ്പം നടത്തില്ല. ഇന്നലെ അല്ലായിരുന്നു. ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇതൊക്കെ എടുത്ത് വെച്ചാൽ ഇത് ഇല്ലാത്ത പോലെ മുട്ടയും കുട്ടിയൊക്കെ പോലെ പോസ്റ്റ് ചെയ്തോ ഒക്കെ എടുക്കാൻ വേണ്ടി ഈ ബ്രെഡ് മേടിച്ചു. ഒന്നും ഇല്ലായിരിക്കുമല്ലോ. അപ്പോൾ എന്നിട്ട് ഇത് അഴുക്കായി പോകുന്നത് വേറെ കാര്യം. അത്രയൊക്കെ പ്രശ്നമുണ്ടായോ? ഇങ്ങനെ കിടന്ന് ഇതായത് എന്തിനാ? നീ കഴിച്ചില്ലേ? പിന്നെ ഇത് തന്നിട്ട് ഇപ്പൊ കഴിച്ചത് ബസ് തലക്കിട്ട് കുറച്ച് അടി കൂടുന്നുണ്ടല്ലോ. പഞ്ഞാണോ? അല്ല, എന്നിട്ട് നീ മാറ്റുന്നത് ഞാൻ നിനക്ക് എന്നാ പ്രാന്താ? മമ്മി പിടിച്ചോ, എന്നെ എടുക്കാൻ സമ്മതിക്കല്ലേ? എടുത്തോ അമ്മ, എടുത്തോ എടുക്ക്. അപ്പളാ നമ്മുടെ യൂട്യൂബ് കാണുന്ന ജയൻ എന്ന് പറയുന്ന ചേട്ടൻ നാരായണിക്ക് എക്സാം പാസ്സായത് തന്നെ, അതായത് ട്യൂഷൻ പോലും ഇല്ലാതെ തനിയെ പഠിച്ച് മാർക്ക് മേടിച്ചതിന് തന്ന ഗിഫ്റ്റാണ് 5,000 rupees. നാരായണയുടെ കയ്യിൽ തന്നെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാരായണ ആവശ്യത്തിന് മാത്രമേ ചിലവാക്കൂ എന്തെന്ന് നാരായണ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കും വേണോ? ജയൻ മാമൻ ജയൻ സ്വാമി അപ്പയുടെ ഫ്രണ്ട്. പിന്നെ ജയൻ എന്റെ അച്ഛൻ. ഇത് ജയൻ മാമൻ വേറെ. നീ 10ാം ക്ലാസ്സില് കാലടിയിലെ കാര്യം പറയുമ്പോൾ കാലടിയിലെ ശ്രീ ശങ്കരാചാര്യ ആശ്രമത്തിലാണ് കൊണ്ടുവന്നത്. എഴുത്തിനിരുത്തിയ മാമിന്റെ കാരപ്പാം അതല്ലേ ഇഷ്ടം. നമുക്ക് ശ്രീകത്തുമാന്റെ കാരപ്പാം അതല്ലേ സുഖം. ആർക്ക് സുഖം? ശ്രീകത്തുമാന്റെ സുഖോ? ശ്രീകത്തുമാന്റെ കാരപ്പാം സൂക്ഷിച്ചു വെക്കണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 1
രാത്രിയായപ്പോൾ പിന്നെ മഴ ശക്തിയായി. ഇത്ര നേരം ചുമ്മാ ചാറ്റലും മൂടലും ഒക്കെ ഉള്ളായിരുന്നു. ല്ലേ മഴ മഴ എന്നാ കൊണ്ടുപോകുന്നില്ലേ? തന്നില്ലല്ലോ. നല്ല മഴ, നല്ലൊരു കാറ്റ്, നല്ലൊരു സുഖമുള്ള മഴ. അയ്യോ എൻ്റെ ഷൂ നനഞ്ഞു. ഷോ നാരായണി എപ്പോഴും ഞാൻ കുറ്റം പറയും. ചെരുപ്പെടുത്ത് അവിടെ അകത്ത് കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു വെച്ച പരിപാടി കണ്ടില്ലേ. നാരായണി 10ാം ക്ലാസ് ജയിച്ചതിനോട് അനുബന്ധിച്ച് ബാലകൃഷ്ണൻ ചേട്ടൻ, നമ്മുടെ വീഡിയോ കാണുന്നതാണ് ബാലകൃഷ്ണൻ ചേട്ടൻ, നാരായണിക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അതായത് ഒരു 7400 രൂപ നാരായണിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അത് അവിടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കും എല്ലാമൊക്കെ ഉണ്ടല്ലോ, അതിനായിട്ട് നമ്മളത് മാറ്റി വെച്ച് വെക്കുവാണ്. അതുപോലെ വേറെ അനുശിവൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് അതിനും ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നാരായണിക്ക് അങ്ങനെയുള്ള നല്ല ഗിഫ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല ചിലവുകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ച് വെക്കുകയാണ് നാരായണിക്ക്. നമുക്കിങ്ങനെ ഒരുപാട് പേര് നല്ല സന്തോഷത്തോടെ നമ്മുടെ കുടുംബത്തിലുള്ളവരാണല്ലോ അങ്ങനെ തരുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷവും അതിനോടൊരു സന്തോഷം കൊണ്ടുള്ളൊരു സങ്കടം വരുമല്ലോ. സന്തോഷം കൊണ്ടുള്ളൊരിത് അത് വരുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാളും, അത് അടുത്തുള്ളവർ ഒരു പക്ഷേ അങ്ങനെ ചെയ്യാറില്ല. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലോ അങ്ങനെയൊക്കെ. അപ്പം പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ കുഞ്ഞിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഗിഫ്റ്റ്. അതുപോലെ ജയൻ ചേട്ടൻ ആണെങ്കിലും ആ ചേട്ടനാണെങ്കിലും പറഞ്ഞത് അവള് തന്നെത്താനെ ലേഡി, അവള് ട്യൂഷൻ പോലും ഇല്ലാതെ തന്നെത്താനെ പഠിച്ച് എഴുതിയല്ലേ. അപ്പോൾ അവൾക്കുള്ളൊരു ഗിഫ്റ്റാണ് അത്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു എന്നാ പറയുക, നമുക്കൊരു ഹൃദയസ്പർശം എന്നൊക്കെ പറഞ്ഞാലേ നമ്മളെ സ്പർശിക്കും അതൊക്കെ ഹൃദയത്തിൽ. അങ്ങനെ നമ്മൾ സ്നേഹം കൊണ്ട് തരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്, ഒന്നും പറയാനില്ല. നല്ല ഇടിയും മഴയോ കേട്ടോ, നല്ല ഇടിയും മഴയും. നല്ല ഇടിയായിരുന്നു ഒരെണ്ണം. ഇപ്പോൾ തീ വെക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഴയൊക്കെ വരുമ്പോൾ ഇടിയൊക്കെ ഉള്ളപ്പോൾ ശാംഭവിക്ക് തീ വെച്ചാൽ പറ്റുള്ളൂ അല്ലേ? ശാംഭവിയോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ മഴയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഇടിയൊക്കെ വെട്ടും, അപ്പം തീ വെക്കല്ലേ എന്ന്? ആണോ? നിനക്കല്ലേ നിർബന്ധം? ഇടി വെട്ടത് കണ്ടായിരുന്നോ? ടി വി ഒക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ എന്നെ അമ്മേ സ്കൂളിൽ പോകുമ്പോ ടീച്ചർ തല്ലൂല്ലേന്നോ? കുരുത്തക്കേട് കാണിച്ചാൽ ചിലപ്പോ തല്ലും. എന്നാ പിന്നെ സ്കൂളിൽ പോകുന്നത് മാർക്ക് കിട്ടിയ ടീച്ചർ ചിലപ്പോ തല്ലാതെ വിടുമായിരിക്കും. എന്തൊക്കെയാണപ്പ ഡൗട്ട്? തൽക്കാലം എന്റെ കുഞ്ഞ് മാർക്കിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട, അവിടെ ചെല്ല്. മോൻ A+ഓ? പിന്നെ മോൻ A+ കിട്ടുമല്ലോ. മോൻ A+ കിട്ടണമെങ്കിൽ മോന് പഠിച്ചാൽ കിട്ടും. പിന്നെ കൊണ്ടുപോകണ്ടേ? ജൂൺ തൊട്ട് പോകണ്ടേ സ്കൂളില്? തന്നെ ബസ്സേ കയറി പോവില്ലേ? സ്കൂൾ ബസ് വന്നാൽ തന്നെ കയറി പോവില്ലേ? അമ്മയും അമ്മയൊന്നും ഉണ്ടാവത്തില്ലേ കേട്ടോ? അപ്പയും അമ്മയൊന്നും കൂടെ കാണത്തില്ല. ഞാൻ അതൊക്കെ ഞാൻ നേരത്തെ വിളിച്ചല്ലേ. ഭയങ്കര മഴയാണ്. പെട്ടെന്ന് അങ്ങ് ശക്തി കൂടി മഴയ്ക്ക്.
എന്നാലും ഒരു ഇതായിട്ടാണ് മഴ പെയ്യുന്നത് കാണുന്നുണ്ട്. അത് ഇടയ്ക്ക് കൂടുന്ന കണ്ടില്ലേ? A+ കിട്ടിയാൽ തല്ലൂന്നോ? കിട്ടിയില്ല തല്ലൂന്നാണോ പറഞ്ഞേ? അങ്ങനെ ഇല്ല, തല്ലത്തൊന്നുമില്ല കുഞ്ഞിനെ. സ്കൂളിൽ കഴിക്കാൻ എന്നാ നമുക്കറിയത്തില്ലല്ലോ, അവിടെ എന്നാന്ന് നമുക്കറിയാമോ? അച്ചങ്ങാപ്പയർ തിന്നാൻ വേണ്ടിയാണോ സ്കൂളിൽ പോകുന്നേ? സ്കൂളിൽ ഇരിക്കുന്ന ടീച്ചർമാരൊന്നും മോനെ തല്ലത്തൊന്നുമില്ല, ആരെയും തല്ലത്തൊന്നുമില്ല. പക്ഷെ പറഞ്ഞ കേക്കണം. അലമ്പുണ്ടാക്കിയ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ടീച്ചറോട് ടീച്ചറാണോ? നമുക്ക് വെളി നല്ല ഇടിയും മഴയും. പിന്നെ ഒരു കാര്യമുണ്ട്, സ്കൂളിൽ പോകുമ്പോ ഇതുപോലെ ഓരോ വയറൊന്നും തന്നു വിടത്തൊന്നുമില്ല കേട്ടോ കറക്കാൻ വേണ്ടി. പിന്നെ അവിടെ സ്കൂളിൽ വയറ് തന്നേക്കുമല്ലേ ഇങ്ങനെ കറക്കണോ വേണ്ടി, മാലയും വയറും ഒന്നും തരത്തില്ല കേട്ടല്ലോ. ആ കൈയുടെ പിരിവിരിപ്പങ്ങ് മാറ്റി വെച്ചോണം. ശ്യാമളമ്മ പോകുന്ന നല്ലതാണോ? ആര് പറഞ്ഞേടി ശ്യാമളമ്മ പോകുന്ന നല്ലതെന്ന്? A+ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് കേട്ടോ. ഷൂ ഇട്ടോടെ പോവോ? തുറന്നു വിടുവോ? ഏത് ഡോക്ടർ? അത് സ്കൂളിൽ വെച്ച് കണ്ട ഡോക്ടറോ? സ്കൂളിൽ ഡോക്ടറൊന്നും ഇല്ല. വന്ന് കണ്ടിട്ടില്ല, നമ്മള് സ്കൂളിലെ ഡോക്ടറെ കണ്ടില്ല. ഉണ്ടോ? അല്ല അവള് പോകുന്ന സ്കൂളിലുണ്ട്. അതോ ആ ഡോക്ടറുണ്ട്. ആ ഡോക്ടർ അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. കൃഷ്ണകുമാർ ഡോക്ടർ, ഡോക്ടർ കൃഷ്ണകുമാർ, സൈക്കോളജിസ്റ്റ്. അത് ഡോക്ടറുടെ പേര്. മോന്റെ സ്കൂളിൽ ഡോക്ടർമാരുണ്ട് കേട്ടോ. മോന്റെ സ്കൂളില് ഡോക്ടർമാരുണ്ട്. ആശുപത്രി അല്ലല്ലോ, അത് സ്കൂളല്ലേ, അവിടെ അല്ല ഡോക്ടർമാരൊക്കെ. എന്നാത്തിനാ ആശുപത്രി പോകുന്ന? പൊറോട്ട ബിരിയാണി തിന്നാനാണോ? ചുമ്മാ അല്ലല്ലേ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ബഹളം വെക്കുന്നേ. ഹോട്ടലുണ്ടോ? ഹോട്ടലിൽ പൊറോട്ട ബിരിയാണിയാണോ? പൊറോട്ടയും ബിരിയാണി കഴിക്കാനാണ് എന്റെ കുഞ്ഞ് ആശുപത്രി പോകുന്നത്. പിന്നെ ചെക്കപ്പ് ചെയ്യുമ്പോ എന്റെ കുഞ്ഞ് അടങ്ങിയിരുന്നോളൂല്ലോ. തലക്കെട്ടേ സ്കൂളിൽ പോവാണെങ്കിൽ തലക്കെട്ടടിക്കുന്ന പരിപാടി നിർത്തിക്കോണം. ഓ ജാനുവിന്റെ മുട്ട കളിപ്പിക്കണ്ട. അവളിങ്ങോട്ട് നോക്കിയേ, അവള് മുടിയൊക്കെ നല്ല കെട്ടിക്കാൻ സമ്മതിക്കും, ചീയിക്കാൻ സമ്മതിക്കും, ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ട് നല്ല മിടുക്കിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ പിന്നെ മുട്ട അടിക്കേണ്ട ആവശ്യമില്ല. നിലത്തൊന്നും നെടിയിട്ട് എടി വെട്ടുന്നുണ്ട്. വാ ഇവിടെ തരുന്നേ. ആമിയോ? നമ്മുടെ ശങ്കരമാമൻ അതല്ല, എന്ത് അടങ്ങിയിരിക്കടി പോയി അവിടുത്തെ. നമ്മുടെ കുഞ്ഞുപാട് വരുന്ന സ്കൂളിൽ പോകും, പിന്നെ ചായ കുടിക്കും, കിട്ടും. ആദ്യക്കൂട്ടന് A+ കിട്ടോ? എന്റെ പൊന്നമോനെ ആദ്യക്കൂട്ടനെ ശരിക്കും പല്ല് പോലും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ അവനിപ്പോഴേ A+ കിട്ടണേ. എന്നെ ഇങ്ങോട്ട് വാ, എന്നെ അങ്ങോട്ടാണോ വിളിക്കുന്നത്? ഇങ്ങോട്ട് വാങ്ങണല്ലേ.
ശാംഭവി മാറ്റിക്കേ. എന്ത് തന്നെ നല്ല മഴ കേട്ടോ, നല്ല സുഖമാണ് കിടന്ന് ഉറങ്ങാൻ. ഉച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നേ, ഇപ്പം ഈ മഴയോട് വീണ്ടും ഒരു സുഖം. ഞങ്ങൾ കിടന്ന് ഒറ്റ ഉറക്കം അങ്ങോട്ട് ഇറങ്ങണം. ആഹാ, എന്ത് സുഖമിത്, വല്ലാത്ത സുഖമിത്. പുറത്തൊരു സുഖമുള്ള മഴയിത്. അപ്പാ ദേവി 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 ദേവി. ഞാൻ മുട്ടയടിച്ച് കഴിഞ്ഞിട്ടുള്ള പിന്നെ മുടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഫോട്ടോ ഇത്. എന്തിനാണ് സൂര്യനോ? ഫാൻ എന്തിനാ ഓണാക്കുന്നേ? എന്റെ പൊന്നെ, ഫാൻ എന്തിനാ ഓണാക്കുന്നേ? ഓഫാക്കിക്കേ. എവിടെയായിരുന്നു ഫാൻ? ഇതൊന്നും ഞാൻ അറിയത്തില്ല കേട്ടോ, എനിക്കിതൊന്നും അറിയത്തില്ല. എന്തിയാ ഫാൻ എന്തിയാ? ആ ഇത് ഓ ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. ആ അയ്യോ, കാല് കൈ കൊണ്ട് പറ്റിക്കേ. അമ്മയപ്പയല്ലേ? മീര കോടതിയൊന്നുമില്ല, ഇത് എവിടെ എങ്ങോട്ടോ ടൂറ് പോയതാ. ചുമ്മാ അങ്ങ് പറയാണ്. അപ്പയും അമ്മയും അല്ല ചാച്ചാച്ചി ശ്യാമളമ്മയും. ഇതൊക്കെ എന്താണ്? അയ്യോ പിന്നെ ചാച്ചയുടെ കള്ളു അങ്ങനെ പറയല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ ഇത് ചാരായണി നോക്കിയേ. ആ ആരെ ക്ലാസ്സാ? തീർന്നോ? ഇത്ര ഉള്ളായിരുന്നോ? ആരാണി? പാഞ്ചാലിമേട്. പഞ്ചാലിമേടല്ലേ? നാരായണിയുടെ ഓരോരോ വികൃതികൾ, ശാംഭവിയുടെ ഓരോരോ വികൃതികൾ. ഇതാണ് സുന്ദരിക്കുട്ടി. നിന്റെ അച്ഛനാണോ ഇത്? ഇതാണോ നിന്റെ അച്ഛൻ? ആ ഇത് കൊള്ളാം. ഈ കൊച്ചിന്റെ അച്ഛനാണോ ഇത്? ഈ കൊച്ചിന്റെ അച്ഛൻ ഏതാ? ഇത് അമ്മയാണോ? പോവാനാ? ഇതാ സുന്ദരി കൊച്ച്. ഇത് സുന്ദരി കൊച്ച്. ഇത് ഇത് സുന്ദരി കൊച്ച് ആണോ? നാരായണ ചേച്ചി കുട്ടിക്കാനം സൂയിസൈഡ് പോയിട്ട് നിൽക്കുന്നുണ്ടോ? എന്ത് അയ്യടാ, എന്റെ കൊച്ചു നിൽക്കണ കണ്ട. ഇതാണ് അഞ്ജന പൊന്നു. പൊന്നു കുഞ്ഞമ്മ എന്നെ കാണിക്കാം. ഇവിടാണ്. ഇതെവിടാന്ന് പറഞ്ഞേ? ഇതെവിടാ? ഇതാണ് ശംഭവിയെ പറഞ്ഞു. എന്തൊരു ഓർമ്മയായിരുന്നു. ഇതാണ് കൂട്ടാരി മീന. ആണോ? എന്താ സുന്ദരി ആ പെണ്ണിനെ കാണാനോ? മീരോട് ഞാൻ പറഞ്ഞേക്കാം, നീ എങ്ങനെ പറഞ്ഞെന്ന്. കിള്ളി കിള്ളി കളയോ അത് കണ്ടോ? ഞാൻ ഒരു വിധത്തിൽ എടുത്ത് വെച്ചതാണ്. പളനി. ഇത് പളനി. ഇത് മുണ്ടക്കയം വീട്. അയ്യോ ഇതാണ് താടിയപ്പൂപ്പൻ. ഇതാണ് താടിയപ്പൂപ്പൻ. ഇതാണ് പഞ്ചാലിമേട്. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. നോക്കാൻ പോയതേ വഴി. ഓ നാരായണി. ഇത് ശ്യാമമ്മയുടെ ഒക്കെ വീടിന്റെ അവിടുത്തെ. എന്ത് വിധി ഇത്? ഇത് വേണേ